നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. RDOയുടെ ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, എന്താണ് ഹർജിയിൽ ഗോപൻ സ്വാമിയുടെ കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്? ഏറ്റവും പ്രധാനമായും വിശ്വാസപരമായി ഒരാൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള ഭരണഘടന നൽകുന്ന അവകാശം അത് മരിക്കാനുള്ള കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഹിന്ദു വിശ്വാസിയായ ഗോപൻ സ്വാമി അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സമാധി രൂപത്തിൽ മരണം വരിച്ചിരിക്കുന്നു. അതിനെ എതിർക്കുകയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആ കല്ലറ പൊളിക്കുകയാണ് ഇപ്പോൾ RDO ചെയ്യുന്നത്. അതുകൊണ്ട് അത് റദ്ദാക്കണം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ഈ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയാക്കാൻ ഉൾപ്പെടെ കോടതി ആ രൂപത്തിൽ ഒരു ഉത്തരവിടണമെന്നതുൾപ്പെടെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ, ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പോലീസും അതോടൊപ്പം തന്നെ RDOയും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ കല്ലറ പൊളിക്കുകയാണ്. അതുകൊണ്ട് അത് തടയണം. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു ഉത്തരവുണ്ടാകണമെന്നാണ് ഈ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ ഒരു RDO ഒരു നീക്കം നടന്നു. നേരത്തെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് അത് പൊളിക്കും, പക്ഷേ ഏത് രീതിയിലാണ് പൊളിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു തീയതിയുടെ കാര്യത്തിലൊക്കെ നോട്ടീസൊക്കെ നൽകി അത് കൃത്യമായി തന്നെ പൊളിക്കാനുള്ള ഒരു നീക്കം RDOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ആ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളൊരു ആവശ്യം, പ്രത്യേകിച്ച് RDOയുടെ നീക്കങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുകൂടിയാണ് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഇനിയിപ്പോൾ കോടതി നടപടി എന്തായിരിക്കും? ഇതിൽ സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടിയ ശേഷമായിരിക്കും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക? തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് താൽക്കാലികമായി ഈ വിഷയത്തിൽ എന്തായാലും ഒരു മറുപടി ചോദിക്കുകയും ആ മറുപടി വരുന്നത് വരെ മറ്റു ദിവസത്തേക്ക് കോടതി ഈ വിഷയം പരിഗണിക്കാൻ മാറ്റുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു താൽക്കാലിക സ്റ്റേ എന്തെങ്കിലും നടപടിക്രമങ്ങളിൽ നിന്ന് മാറണം. ആ വിശദീകരണം കിട്ടിയ ശേഷം അക്കാര്യത്തിൽ ഒരു അന്തിമ നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതുവരേക്ക് താൽക്കാലികമായി നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം, അല്ലെങ്കിൽ അതിനിടയിൽ പൊളിക്കരുതെന്നുള്ള നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒപ്പം തന്നെ RDO ഉൾപ്പെടെയുള്ള ആളുകളും ഈ വിഷയം അങ്ങനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഹൈക്കോടതിയിൽ എത്തിയ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് തിരുക്കപ്പെട്ട അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല. കാര്യം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും എപ്പോഴാണ് ഇത് മെൻഷൻ ചെയ്ത് കോടതി പരിഗണിക്കുക എന്നുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. അതിനനുസരിച്ച് പിന്നീട് കോടതി നടപടിയിൽ കൂടി ഒരു വ്യക്തത വന്നാൽ അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇപ്പോഴെന്തായാലും ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. RDOയുടെ ഈ കല്ലറ പൊളിക്കാനുള്ള നീക്കം ചോദ്യം ചെയ്തുകൊണ്ട് ആ നീക്കത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം റദ്ദാക്കണമെന്നാണ് ഈ കുടുംബം ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് അതുവരെ കല്ലറ പൊളിക്കുന്നത് എന്തായാലും തടയണം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അതൊക്കെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ അനുവദിച്ചു നൽകുന്ന അവകാശങ്ങളാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ അംഗീകരിക്കണമെന്നുൾപ്പെടെയാണ് ഈ ഹർജിയിൽ ആവശ്യം. കോടതി എന്ത് പറയുന്നതോ എന്നതിലും കൂടി ഈ വിഷയത്തിൽ പ്രധാനമാണ്. ദിവ്യ, എന്തായാലും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കുടുംബം നിയമ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹൈക്കോടതിയിലാണ് കുടുംബം കല്ലറ പൊളിക്കുന്നതിനെതിരെ ഹർജി നൽകിയിരിക്കുന്നത്. RDOയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.